ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷൻ. ഇന്ന് നമുക്ക് മെർമെയ്ഡ് തീമിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഗൗണിൻ്റെ മേക്കിംഗ് ഡീറ്റെയിൽസ് കാണാം. വിജയവാഡയിലുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കസ്റ്റമർ തന്നിട്ടുള്ള എൻക്വയറീസ്. നമ്മൾ ഫ്രോക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ എൻക്വയറി ആയിരുന്നു ആദ്യം വന്നിട്ടുണ്ടായത്. പിന്നെ കസ്റ്റമർ നമുക്കൊരു ഇമേജും കൂടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു രീതിയിൽ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി, മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ കളേഴ്സ്, അതുപോലെ തന്നെ യോഗ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിൻ്റെ ആ ഒരു മെർമെയ്ഡ് തീമിൽ ആ ഒരു ഷെല്ലിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ കളർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പം മെറ്റീരിയലൊക്കെ എടുക്കാൻ പോയ സമയത്ത് കസ്റ്റമറിന് പറഞ്ഞു നമുക്ക് നെക്കും സ്ലീവ്സൊക്കെ ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഫൈനലൈസ് ചെയ്തു. അങ്ങനെ കസ്റ്റമർ പേയ്മെൻറ്റൊക്കെ ചെയ്തു. ഞാൻ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും പോയി. അപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ബോട്ടം ഇതുപോലെ, യോക്ക് ഇതുപോലെ, സ്ലീവ്സൊക്കെ അതുപോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുത്തപ്പോൾ കസ്റ്റമറിന് ചെറിയ കൺഫ്യൂഷൻ, കളർ ഓക്കെ അല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തൊക്കെ മൊബൈൽ ഫോണും ആ മെറ്റീരിയലും വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. അപ്പം കസ്റ്റമറിന് ഓക്കെ ആയിട്ടോ കളർ. നമ്മൾ ഫോണിൽ ചെറിയ മാറ്റം ഉണ്ടാവില്ല കളർ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 17 മീറ്റേഴ്സ് ഓഫ് നെറ്റ് ഫാബ്രിക്കാണ് എടുത്തിട്ടുണ്ടായത്. ഇനി നമുക്ക് ബോഡിയിലേക്കുള്ള ഫാബ്രിക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒരു ഫാബ്രിക്, നമ്മൾ ബെസ്റ്റ് സെല്ലിങ് ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു ലാവൻഡർ ഷെയ്ഡിൽ. അതാണ് കേട്ടോ. ഞാൻ ആ റെഫറൻസിൽ അവർ തന്നിട്ടുണ്ടല്ലോ സ്ലീവും നെക്കൊക്കെ ആ ഒരു ഇതിൽ വേണം. അപ്പോൾ അതിനോട് ഏറെക്കുറെ മാച്ചായിട്ട് വരുന്നത് ഈ ഒരു ഫാബ്രിക് തന്നെയാണ്. സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫാബ്രിക്കാണ് ബോഡിയിലേക്കും സ്ലീവിലൊക്കെ എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ പാറ്റേൺ കട്ടിങ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലീവ്സ്, ഞാൻ ഈ ഒരു പാറ്റേൺ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഓൾറെഡി ഒരു സ്കൈ ബ്ലൂ നമ്മൾ പേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു നെക്കിൽ നമുക്ക് കുറച്ച് ഹാൻഡ് വർക്കും കൂടെ ഒക്കെ വരുന്നത് കൊണ്ട് ഈ ഒരു നമുക്കിങ്ങനെ ഒരു പൈപ്പിങ്ങോ ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് പൈപ്പിങ്ങൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് ചെയ്തു. കാരണം ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മട്ടൺ പഫൊക്കെ സ്ലീവ് കട്ട് ചെയ്യുന്ന ആ ഒരു പാറ്റേണിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മട്ടൺ പഫ് സ്ലീവ് ചെയ്യുന്നത് വീഡിയോസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഈ സ്ലീവ്സ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 6 ലെയേഴ്സ് ഓഫ് ഫാബ്രിക്കാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 3 ലെയേഴ്സ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇത്രയും ഒരു ഹെവിനെസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ ലെയേഴ്സും ഞാൻ ആദ്യത്തെ ആ ഒരു 3 ലെയേഴ്സും 7 മീറ്റേഴ്സാണ് കേട്ടോ ഉള്ളത് ഫ്രില്ല്. പിന്നെ ഇതിൽ 5 മീറ്റേഴ്സ് വരുന്നതാണ് കേട്ടോ. കഷ്ണം പീസൊക്കെ വരുന്നതൊക്കെ കൂട്ടിയിട്ട് ഓക്കെ ആണ് ഞാൻ ഈ ഒരു 3 ലെയേഴ്സ് ഇൻസൈഡിലേക്ക് വരുന്ന 3 ലെയേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അൺഈവനായിട്ടാണ് അതിൻ്റെ ആ ഒരു നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്ന പോലെയല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ അതിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു 6 ലെയേഴ്സ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ആ കസ്റ്റമർ തന്നിട്ടുള്ള ആ ഒരു റെഫറൻസ് പിക്ക് പോലെയൊക്കെ ആവുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പിന്നെ നമ്മൾ ഇതിൽ ഡിഫറെൻറ്റ് സൈസിലുള്ള പേൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെയാണ് കസ്റ്റമർ അതിൻ്റെ അവർ അങ്ങനെയല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ലെയേഴ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല നമുക്ക്. അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മൾ 3 ലെയറും കൂടെ അതിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നൂല് പൊട്ടി, സൂചി പൊട്ടി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് സാറ്റിനൊക്കെ തിരിച്ച് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയൊക്കെയോ ഫിനിഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇത്രയും തിക്കായിട്ടുള്ള ഫാബ്രിക് വരുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ 6 ലെയേഴ്സ് ഓഫ് ഫാബ്രിക്സ് വിത്തൗട്ട് ലെയറിങ് ഈ ഒരു ലുക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് നമ്മൾ സ്ലീവ്സ് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഹൈഡ് ചെയ്തിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ പൈപ്പിങ് പോലെ ഫുള്ളായിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ആ ഒരു ഹാങ് ചെയ്തിട്ട് നിൽക്കുന്ന ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്യാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ പൈപ്പിങ് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക ചെയ്തിട്ടില്ല. ഞാനും ഫസ്റ്റ് ടൈമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യണോ അല്ല നമ്മൾ സാധാരണ പൈപ്പിംഗ് വെച്ചാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുള്ള ഇതുണ്ടോ ഈ ഒരു ഫ്രോക്കിൽ ഞാൻ എലാസ്റ്റിക് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതി ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫിനിഷ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ എല്ലാം 6 ലെയേഴ്സും വെച്ച സമയത്താണ് ലൈനിങ് വെക്കുന്നതിന് മുമ്പ്
നമുക്ക് മെഷർമെൻറ്റ് തന്നിട്ടുണ്ടായി കേട്ടോ കസ്റ്റമർ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റുമായിട്ട് കുറച്ച് ഡിഫറൻസ് വന്നു. ഞാൻ കട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് 28 ആണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്ത സമയത്ത് ഞാൻ 22 എടുത്തിട്ടുണ്ടായി. ഒരു 18 ഇഞ്ചൊക്കെ എടുത്താൽ മതിയായിരുന്നു ഫ്രണ്ട് പോർഷനിലേക്ക്. അപ്പോൾ അത്ര എക്സ്ട്രാ വന്നു. പിന്നെ നമ്മൾ ഇന്നറിലേക്ക് കൊടുത്തിട്ടുള്ള ആ 3 ലെയേഴ്സ് നമ്മൾ കട്ട് പീസൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ അൺഈവനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ ടാസ്ക്, കാരണം ഈ ഒരു 6 ലെയേഴ്സും ആ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ വരുത്തിക്കണമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് ടൈം എടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ കട്ടിങ്ങിനേക്കാളും ഈ ഒരു ഫാബ്രിക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള അത്രയും മീറ്റേഴ്സ് ഓഫ് ഫാബ്രിക്സ് എടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഞാൻ 7 മീറ്റേഴ്സൊക്കെ വെച്ചതെന്ന് വെച്ചാൽ നിലത്ത് ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട് ഓരോന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് ഉള്ള ലെങ്ത്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രോക്കിൽ എനിക്ക് തന്നിട്ടുള്ളത് 28 ആണ് കേട്ടോ ഫ്രണ്ട് ലെങ്ത്ത് വരുന്നത്, നീ ലെങ്ത്ത്. അപ്പോൾ അതിൽ നമ്മൾ ബോഡി ലെങ്ത്ത് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത്, അപ്പം ബോഡി ലെങ്ത്ത് ഒരു 10 ഇഞ്ച് ആണെങ്കിൽ ബാക്കി 18 ഇഞ്ച് വിത്ത് സ്യൂയിങ് അലവൻസ് നമ്മൾ ഒന്ന് ഫ്രണ്ട് പോർഷനിലേക്ക് മാർക്ക് ചെയ്യാം. ഒന്നുകിൽ ഈ ഭാഗത്ത് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതർ സൈഡിൽ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിലേക്കുള്ളത് ഫുൾ ലെങ്ത്ത് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫ്ലോർ ലെങ്ത്ത് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതെനിക്ക് ഇവിടെ തന്നിട്ടുള്ളത് 42 ആണ്. അപ്പം ബോഡി ലെങ്ത്ത് കഴിഞ്ഞിട്ട് ബാക്കി 32 അതാണ് വരിക. അപ്പോൾ അത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ 2 പോയിൻ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്ലോപ്പ് ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ അതിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് വേണ്ടിയിട്ടോ, ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ കട്ട് പീസ് വരുന്ന ഭാഗമാണ് കേട്ടോ ഞാൻ അതൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഇന്നറിലേക്കുള്ള ലൈനിങ് കൊടുത്തിട്ടുള്ളത്. 17 മീറ്റർ ഫാബ്രിക്സ് അത്രയും കുറച്ചൊക്കെ ബാക്കി ഉണ്ടായതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഫ്രില്ലിടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹൈലോ പാറ്റേണിലേക്ക് വരും കേട്ടോ. അപ്പം ഓരോ ലെയേഴ്സ് കട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് കട്ട് വരുന്നത് കുറയ്ക്കുകയാണെങ്കിൽ ബാക്സിലേക്ക് ഫുൾ സിബ് കൊടുക്കുന്നതൊക്കെ നമുക്ക് ഈസി ആയിരിക്കും. ആ ബാക്കിലേക്ക് സിബ് എന്താണ് ഫുൾ ലെങ്ത്ത് വരുന്നത് ബാക്ക് വശത്താണെങ്കിൽ കുറച്ച് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. കാരണം ബാക്കിലേക്ക് ഫുൾ സിബ് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയിലുണ്ടാവും. അപ്പോൾ ഇതുണ്ടോ, ഇത് നീ ലെങ്ത്ത്, ബാക്കിയുള്ളത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹൈലോ പാറ്റേണിലെ ഫാബ്രിക്സ് കട്ട് ചെയ്യുന്നുള്ളത്. ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് നമ്മളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈലോ പാറ്റേണിൽ ലൈനിങ്സ് ഫാബ്രിക്സ് ഒക്കെ കട്ട് ചെയ്യുന്നത്, സർക്കിളിൽ കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ വീഡിയോസ് കാണാത്തവർ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മേക്കിംഗ് വീഡിയോസിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹൈലോ പാറ്റേണിലും സർക്കിളിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ ലെയേഴ്സ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട്, എന്നാലും കുറച്ചൊരു അൺഈവനായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായെന്ന് തോന്നി. പിന്നെ നമ്മളത് പേള് വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പേളൊക്കെ നമ്മൾ എടുത്ത് സെറ്റ് ചെയ്ത സമയത്തായിരുന്നു കസ്റ്റമർ നമുക്ക് പേളല്ല, ഞാനങ്ങനെ വെച്ചിട്ടുണ്ടായി വലിയ ഹെവി ആയിട്ടുള്ള പേളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നാട്ടിൽ നമുക്ക് 8mm വരെ ഉള്ളതാണ് കിട്ടുന്നുണ്ടായത്. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോനാണ്, 6 ഇയേഴ്സ് ആയിട്ടുള്ള മോനാണ്. അപ്പോൾ നമ്മൾ ഡമ്മി എത്ര ഡമ്മി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കിങ്ങനെ ഇതുപോലെ ലൈവായിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗി. കാരണം ഒന്നാമത് ഇത് നമ്മൾ ഈ ലെയേഴ്സൊക്കെ കുറച്ച് അണ്ണീവനായതുകൊണ്ട് അതെങ്ങനെ വരും എന്നുള്ളതൊന്ന് കാണാൻ വേണ്ടി ഞാൻ മോനെ കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ. ആൾ ആദ്യം ആൺകുട്ടിയുടെ ഡ്രസ്സൊന്നും ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പൊതുവെ ആൾക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നത് തീരെ താല്പര്യമില്ലാത്ത കാര്യം. അപ്പം നമ്മൾ ലൈനിങ്ങിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ വിത്തൗട്ട് ലൈനിങ് ആണ് ഈ ഒരു വരുന്നത്. 6 ലെയേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്, ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ ലെയറിൽ 3 ലെയറും 7 മീറ്റേഴ്സ് വരുന്നുണ്ടല്ലോ, നല്ല ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഡമ്മിയിൽ തന്നെ അത് എടുത്തിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു സ്ലീവ്സ് നമ്മൾ എലാസ്റ്റിക് അല്ല വെച്ചിട്ടുള്ളത്, പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് ലെവൽ ചെയ്യണം. പിന്നെ നമ്മൾ ബോഡിയിലൊക്കെ കറക്റ്റാണോ വരുന്നത് എന്നുള്ളത്. ഇത് 6 ഇയേഴ്സിൻ്റെ തന്നെ ഡെമ്മിയാണ് കേട്ടോ, 6 to 7 ഇയേഴ്സിൻ്റെ ഡെമ്മിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു പേൾ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷെല്ലിൻ്റെ ആ ഒരു ഡിസൈൻ കൂടെ, ഇതാണല്ലോ നമ്മൾ മെർമെയ്ഡ് തീമിലെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇതാണ് കസ്റ്റമർ നമ്മൾ ആ ഒരു റെഫറൻസ് പിക്കിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായത് ഈ ഒരു വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്തു, അതിനിടയിൽ ക്യാൻവാസ് പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത സമയത്താണ് കസ്റ്റമറിന് ഒരു കാര്യം കൂടെ പറയാനുണ്ടായത്. കാരണം നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പേളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കസ്റ്റമറിന് പേളൊന്നല്ല വേണ്ടിയിരുന്നത്, ഇതുപോലെ റിഫിൾസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഫാബ്രിക്സ് വാങ്ങേണ്ടി വന്നു, ലാവൻഡർ ഷെയ്ഡിലുള്ളത്. നമ്മൾ ഈ 7 മീറ്റേഴ്സ് ഫ്ലെയർ വരുന്നതുകൊണ്ട് നമുക്ക്
5 മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. അപ്പം ഇതിൽ നമ്മൾ 4 ഇഞ്ചസിൻ്റെ വിടുത്ത് വരുന്ന ഫാബ്രിക്സ്. പിന്നെ നമ്മൾ എത്രത്തോളം റഫിൾസിന് തിക്നെസ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഫാബ്രിക്സിൻ്റെ അളവും കൂടും കേട്ടോ. നമ്മൾ കുറക്കുന്നതനുസരിച്ച് ഫാബ്രിക്സിൻ്റെ അളവും കൂടും. അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 5 മീറ്റേഴ്സ് ഫാബ്രിക്കാണ് ആയിട്ടുള്ളത്. അത് ഞാൻ ഒപ്പിച്ചെടുത്തതാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഞാൻ കസ്റ്റമറിന് ഫൈനൽ ലുക്കായിട്ട് ഇത് അയച്ചു കൊടുത്തു. അപ്പം കസ്റ്റമർ ഓക്കെ, ഞാൻ വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു, ഹാൻഡ് വർക്കും കാര്യങ്ങളും റഫിൾസ് മേക്കിങ്ങും പ്രിൽ മേക്കിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ ഫൈനൽ ലുക്ക് ഓക്കെ ആയി പാക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും തീർന്നില്ല. കസ്റ്റമർ വീണ്ടും വേണമായിരുന്നു ബാക്ക് സൈഡിൽ ഇതുപോലെ ഫിറ്റ് ചെയ്യാനുള്ളൊരു ടൈബോ, അതുപോലെ തന്നെ സ്കേർട്ടിങ് പോർഷനിലേക്ക് പേൾസും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് നെക്സ്റ്റ് ഏറ്റവും വലിയ ടാസ്ക്. ഒന്നാമത് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത്, ഇത്രയും ഹെവി ആയിട്ട് ചെയ്ത സമയത്ത് ഈ പേൾ വെക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ളതല്ല. നമ്മൾ ഫസ്റ്റ് ലെയറിലേക്കാണ് വെക്കുന്നതെങ്കിലും നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ലെയറിലേക്ക് ഇങ്ങനെ സിംഗിൾ പീസിലേക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് അത്ര എളുപ്പമല്ല ഇങ്ങനെ നമ്മൾ. അപ്പോൾ ഞാൻ ഇതുപോലെ ഹാങ് ചെയ്തിട്ട്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വർക്ക് ചെയ്യുമ്പോൾ നിലത്തിരുന്നിട്ടാണ് കേട്ടോ. കട്ടിങ് ആയാലും നമ്മൾ സ്റ്റിച്ചിങ്, തുന്നുന്ന ഹാൻഡ് സ്റ്റിച്ചിങ് ഒക്കെ ആയാലും നിലത്തിരുന്നിട്ടാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതും ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഫൈനൽ ലുക്കൊക്കെ കസ്റ്റമറിന് ഇഷ്ടമായി. അടുത്ത ഓർഡറും കൂടെ കസ്റ്റമർ തന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത സമയത്ത് വീണ്ടും നമുക്ക് മനസ്സിലായി കുറച്ചും കൂടെ അൺഈവനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പാക്ക് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോഡി പോർഷനിൽ നമ്മൾ ഈ ഒരു നമ്മൾ ആ ഒരു മെർമെയ്ഡ് തീമിൽ ആ ഒരു ഷെല്ല് അതാണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് ഒരു ലാസ്റ്റ് കസ്റ്റമർ പറഞ്ഞിട്ട് അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ആ ഒരു ബിഗ് സൈസിലൊരു ടൈബോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാച്ചിങ് ആയിട്ടുള്ളൊരു ഹെയർ ആക്സസറീസും കൂടെ അതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വേണ്ടവർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ. എനിക്ക് തോന്നുന്നു ആ ഒരു റഫിൾസ് വന്ന സമയത്ത് നമ്മൾ ആ ഒരു എത്രയും നമ്മൾ ലെയേഴ്സ് ഫാബ്രിക്സ് കൊടുത്തിട്ടുള്ളത് അത്ര അതിൻ്റെ ഒരു ഭംഗി അത്ര മനസ്സിലാവുന്നില്ല എന്ന് തോന്നി. ഞാനത് കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ചെയ്തത് അത്ര വരില്ല എന്നുള്ളത്. എനിവേ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.